ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞങ്ങൾ ഡെറാഡൂണിലത്തെ സഹസ്രധാര വാട്ടർഫാൾസ് കണ്ടിട്ട് ഇപ്പോൾ ഇനി മസൂറിലേക്കുള്ള യാത്രയാണ്. ഇനി നമുക്ക് മസൂറി കാഴ്ചകൾ കാണാം. സഹസ്രധാര വാട്ടർഫാൾസിൽ നിന്നും 34 കിലോമീറ്ററാണ് മസൂറി ടൗണിലേക്കുള്ള ദൂരം. ഞങ്ങൾ മസൂറിൽ പോയിട്ട് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതൊന്നും ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ട്രിപ്പ് ആക്ച്വലി ഞങ്ങൾ അംബാലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉദ്ദേശിച്ചത് ഹരിദ്വാർ ഋഷികേശ് വരെയായിരുന്നു. പിന്നീട് അവിടുന്ന് എക്സ്റ്റെൻഡ് ആയതാണ് ഡെറാഡൂണും മസൂറിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് മസൂറിയിലത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ മസൂറി ടൗൺ ഗൂഗിൾ മാപ്പിൽ വെച്ചിട്ട് അങ്ങനെ പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ കണ്ട ഒരു അമ്പലമാണ് ശ്രീ പ്രകാശേശ്വർ മഹാദേവ് മന്ദിർ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ആക്ച്വലി അവിടെ ഇറങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ അത്രയും കുരങ്ങന്മാരുടെ ശല്യമായിരുന്നു. പിന്നെ കുരങ്ങന്മാരെ കണ്ട ഉടനെ കരയാൻ തുടങ്ങി പേടിച്ചിട്ട്. അത് കാരണം ഞങ്ങളവിടെ ഇറങ്ങിയില്ല. 1000-ലധികം വർഷം പഴക്കമുള്ള ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ അമ്പലത്തിൽ യാതൊരു വിധത്തിലുള്ള വഴിപാടുകളോ ഡൊണേഷൻസോ ഒന്നും സ്വീകരിക്കില്ല എന്നുള്ളതാണ്. കൂടാതെ ശിവരാത്രി, ശ്രാവൺ അങ്ങനെയുള്ള പ്രധാന ദിവസങ്ങളിൽ ഇവിടെ വലിയ അന്നദാനം ഉണ്ടാവും. അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. അപ്പം ഞങ്ങൾ റോഡ് സൈഡിൽ നിന്നിട്ട് അതിൻ്റെ കാഴ്ചകൾ പുറത്തുനിന്ന് ആസ്വദിച്ചിട്ട് പോവുക ചെയ്ത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, നിറയെ കുരങ്ങന്മാരാണ് അതിൻ്റെ സൈഡ് മുഴുവൻ. അത് കാരണം പിന്നെ ഞങ്ങൾ ഹനീനെ കൺസിഡർ ചെയ്തിട്ട് റോഡ് സൈഡിൽ നിർത്തി കണ്ടിട്ട് തിരിച്ച് മസൂറിയിലേക്കുള്ള യാത്ര തുടരുകയാണ് ചെയ്തത്. വളരെ ഭംഗിയുള്ള ഒരു റോഡ് ട്രിപ്പാണ് നമ്മൾ ഡെറാഡൂണിൽ നിന്ന് മസൂറിയിലേക്കുള്ളത്. ഇപ്പോൾ നോക്ക്, നിറയെ മലകളും ഇങ്ങനെ മഞ്ഞുമൂടി കിടക്കുന്ന മലകളും മരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അത്രയും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ് ഡെറാഡൂൺ ടു മസൂറി എന്നുള്ളത്. ഇത് നഗരപാലിക മസൂറി, അതായത് മസൂറി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു ടോൾ ബൂത്താണേ. 60 രൂപയാണ് ഇവിടെ 4 വീലേഴ്സിന് ടോളായിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടോൾ ഗേറ്റ് കടന്ന് മുമ്പോട്ട് തന്നെ വഴിയിലൊക്കെ നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വാട്ടർഫാൾസ് കാണാം. ഇത് വഴി മുഴുവനുണ്ട്. ആക്ച്വലി നമ്മൾ ഡെറാഡൂണിൽ നിന്ന് മസൂറിയിലേക്കുള്ള റൂട്ട് മുഴുവൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞ് വാട്ടർഫാൾസൊക്കെ കാണാം. അപ്പോൾ ചിലർ അവിടെ നിർത്തിയിട്ട് അതൊക്കെ എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ കുറച്ച് ദൂരം ഞങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് പണി കാരണം ഇത്തിരി ട്രാഫിക്കിൽ സ്റ്റക്കായേ. അപ്പോൾ അവിടെ നിന്നപ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രാഫിക് ബ്ലോക്കൊക്കെ മാറി മുമ്പോട്ട് തന്നെയാണ്. ഇപ്പോൾ 8.9 കിലോമീറ്ററാണ് ഇനി മസൂറി ടൗണിലേക്ക് കാണിക്കുന്നത്. ഇതിപ്പോൾ സമയം ഏകദേശം 1 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഉള്ള ക്ലൈമറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്രയും മൂടിയായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ മസൂറി ടൗണിന് അടുക്കാറായപ്പോഴത്തേക്കും ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയത്. പൈൻ ട്രീസൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പൈൻ മരങ്ങളുടെയൊക്കെ നടുവിൽ കൂടെ ഇങ്ങനെ മസൂറി ടൗൺ ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മസൂറി ടൗണിലെത്താറായി. ഇപ്പോൾ വഴിയിലൊരു ചായക്കട കണ്ടപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണേ. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഡെറാഡൂൺ മസൂറി ട്രിപ്പ് ഞങ്ങളുടെ ആക്ച്വലി തീർത്തും അൺപ്ലാൻഡ് ആയ ട്രിപ്പായിരുന്നു. അപ്പോൾ ഹോട്ടൽ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ ചായക്കടയിൽ നിന്ന് അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് അവരൊരു ഹോട്ടലിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ ആ ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത്. അപ്പോൾ എക്സാക്റ്റ് ടൈം 12:45. അപ്പോൾ അവർ പറഞ്ഞ ഹോട്ടലിൽ ഞങ്ങളെത്തി. മൗണ്ടെയിൻ ഗ്ലോ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി അവിടുത്തെ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ റെൻ്റൊക്കെ കുറവായിരിക്കും എന്ന് കരുതിയിട്ട് അവിടെ പോയതാണ്. ഞങ്ങൾ അവിടെ ചെന്നു. ഇപ്പോൾ വിചാരിച്ച പോലെ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ റെൻ്റ് കുറവായിരുന്നു. ഞങ്ങൾക്ക് 2000 റുപ്പീസിന് ഈ കാണുന്ന റൂം കിട്ടി. അത്യാവശ്യം സൗകര്യങ്ങളുള്ള റൂമായിരുന്നു, നല്ല റൂമായിരുന്നു. 2000 റുപ്പീസിന് വേർത്താന്നേ പറയാൻ പറ്റുള്ളൂ. കറക്റ്റ് ഇറ്റിനറി ഇല്ലായിരുന്നു ആക്ച്വലി മസൂറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഹോട്ടലിലെ ലഗേജൊക്കെ വെച്ചിട്ട് ഇനി കമ്പനി ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്കാണ് ആദ്യമായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് മസൂറിയിൽ. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് 5.9 കിലോമീറ്ററാണ് അവിടത്തേക്കുള്ള ദൂരം. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച്
ചാറ്റൽ മഴയൊക്കെ തുടങ്ങി കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും മഴ കുറച്ച് നല്ലോണം ശക്തി പ്രാപിച്ചു. എന്നാലും ഞങ്ങൾ സമയം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ കമ്പനി ഗാർഡനിലേക്ക് ഉറപ്പെട്ടു. അതേ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എൻട്രി ഫീസ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൈസയില്ല. പക്ഷേ അഡൾട്ട്സിന് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും 50 രൂപയാണ് ചാർജ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഞങ്ങൾ സെപ്റ്റംബറിലാണ് ആക്ച്വലി ഈ യാത്ര ചെയ്തത്. അപ്പോൾ വിൻ്ററിൻ്റെ ഉള്ള ആക്സസറീസ് ഒന്നും ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും തണുപ്പുണ്ടാവും പ്രതീക്ഷയില്ല. മസൂറിലെത്തിയപ്പോഴേ തണുപ്പായിരുന്നു. മഴയും കൂടി പെയ്തപ്പോൾ ഇച്ചിരി കൂടുതൽ തണുപ്പായി. അപ്പോൾ ഞങ്ങൾ ഹനിക്ക് തണുപ്പ് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഇയർ ക്യാപ്പും പൂഞ്ചും ഒക്കെ വാങ്ങിച്ചു അവിടെ ഉള്ള കടയിൽ നിന്ന് തന്നെ. ഹനി അങ്ങനെ പൂഞ്ചും ഇയർ കപ്സൊക്കെ ഇട്ട് തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ റെഡിയായി. ഞങ്ങളിനി കമ്പനി ഗാർഡൻ്റെ കാഴ്ചകളിലേക്ക് പോവാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് പേര് ഉത്തരാഖണ്ഡിൻ്റെ ട്രഡീഷണൽ സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഹനിക്കും അതേപോലെ ചെയ്യണം. അങ്ങനെ കമ്പനി ഗാർഡൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡനാണ്. അവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്, ബോട്ടിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മസൂറിയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് അട്രാക്ഷനാണ് കമ്പനി ഗാർഡൻ എന്ന് പറയുന്നത്. ഞങ്ങൾ മുമ്പോട്ട് നടന്ന് ഗാർഡനൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സ്ഥലത്ത് നേരത്തെ പറഞ്ഞ മാതിരി ഉത്തരാഖണ്ഡ് ട്രഡീഷണൽ സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഹനിക്ക് അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്യണം നിർബന്ധമായി. അങ്ങനെ ഞങ്ങൾ ഹനീനെ അവിടെ നിന്ന് ഉത്തരാഖണ്ഡിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ അതേ ഹനി ഉത്തരാഖണ്ഡ് ഗേളായി ഒരുങ്ങി ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ അവർ തന്നെ പോസ് ചെയ്യിപ്പിച്ച് ഫോട്ടോ ഒക്കെ എടുത്തുതരും. അപ്പോൾ ഈ ഡ്രസ്സിനും ഫോട്ടോസിനും ഒക്കെ വേണ്ടി 150 രൂപയാണ് റേറ്റായി വന്നിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആക്ച്വലി ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ 2-3 റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ ഗാർഡൻ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണേ. അപ്പോൾ അവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. പക്ഷേ മഴയായിരുന്ന കാരണം ആക്ച്വലി ആ സമയത്ത് ടെമ്പററി ആയിട്ട് അടച്ചേക്കുമായിരുന്നു. പിന്നെ അവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്. ആസ് യൂഷ്വൽ ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെയൊക്കെ വാക്സ് പ്രതിമകൾ അതിനകത്തുണ്ട്. ഇത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ മഴയായ കാരണം അൺഫോർച്ചുനേറ്റ്ലി ബോട്ടിങ്ങും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ജസ്റ്റ് അത് കണ്ടിട്ട് തിരിച്ചിങ്ങി പോന്നു. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഗെയിംസാണ്. ഇതിങ്ങനെ എറിഞ്ഞിട്ട് സാധനങ്ങൾ കിട്ടുന്നത്. ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. അപ്പോൾ അത് കാരണം അവിടെ ചെന്നിട്ടും ഞങ്ങൾ ആ ഗെയിം കളിച്ചു. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇനി അവിടുന്ന് സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോകുമ്പോൾ നല്ല വലിയ ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവാണ്. ഇതാണ് ഗാർഡൻ്റെ കാഴ്ചകൾ. ഇപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പൂക്കളും കുഞ്ഞു കുഞ്ഞു ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചെടികൾ കൊണ്ട് ഒരു കാറിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതാണ് ആ കാണുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഉപേക്ഷിച്ച് കാറിൻ്റെ മുകളിൽ ചെടികൾ പടർത്തിയതാണെന്ന് തോന്നുന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ചെടിയും കൊണ്ട് ആക്ച്വലി കാറിൻ്റെ മോഡൽ ഉണ്ടാക്കിയതാണെന്ന്. പിന്നെ മനസ്സിലായ ഒരു ഡിസ്കാർഡായ കാറിൻ്റെ മുകളിൽ ഇങ്ങനെ പടർന്നു വരുന്ന വള്ളിച്ചെടികൾ മതിർത്തത് പടർത്തിയതാണ്.
ഞങ്ങളങ്ങനെ കമ്പനി ഗാർഡനത്തെ കാഴ്ചകളും കണ്ടിട്ട് ഇനി ലാൽ ടിബ്ബ എന്ന് പറയുന്ന അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ലാൽ ടിബ്ബ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ലാൽ ടിബ്ബയിലത്തെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്ര സമയം വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ലാൽ ടിബ്ബയിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.